അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. I don't want any explanation. I will ban this work. എന്നാലും എന്റെ വത്സമ്മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. അപ്പൊ നമ്മുടെ മല്ലു ഫാമിലി അടക്കമുള്ള കുറച്ച് പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പൂട്ടിപ്പോയി വരും, എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? താങ്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഇല്ലീഗൽ ആയിട്ടുള്ള ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യലായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് വിവരമില്ലെന്ന് വെച്ചാൽ മല്ലു ഫാമിലിയുടെ സുജിൻ, വയനാടൻ ബ്ലോഗർ, പിന്നെ ഫസ്മിന സാക്കിർ, ഇവരുടെ 3 പേരുടെ അക്കൗണ്ടും ഇപ്പൊ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. നിന്നോടും കൂടി പറഞ്ഞു മനസ്സിലായോ? ഇയാള് പാവല്ലേ? ഇവരുടെ വാക്കും കേട്ട് ഈ ഗെയിമും കളിച്ച് പൈസ പോയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്താ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത്. എന്തിനാടോ ഇണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? ചില ആളുകൾ പറയുന്നു എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അതൊരു സത്യം മാത്രം. അതുപോലെ തന്നെ കുറെ കെട്ട് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ യൂട്യൂബും കൂടി റിപ്പോർട്ട് അടിച്ച് കളയി. കേടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? എടാ മണ്ടന്മാരെ, നെഗറ്റീവ് കമന്റ്സ് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ എഴുതിയിട്ട് ഇടുന്ന മണ്ടന്മാരെ, നമ്മളെയാണല്ലോ മച്ചമ്പി. മണ്ടത്തികളെ, നിങ്ങളുടെ അടുത്താണ് പറയുന്നത്. എന്താടാ ഞാൻ ഇപ്പൊ താന്ന് കടന്നിരുന്നാണ്. ഇത് മുത്ത് മണികളോട് എന്നെ പൊന്തിച്ചു കൂടുന്നത്. ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അല്ല, ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ റിപ്പോർട്ട് അടിച്ചാൽ പോലും കൂടി യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് ഇതായിക്കോട്ടെ ഒരിക്കലും ആ സാധനം എടുത്തു കളയില്ല. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. അപ്പൊ തുടങ്ങാം. അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്, പ്ലീസ്. ഇതാണ് ഞാൻ ഈ വീടിന്റെ തുടക്കത്തേക്ക് കൊടുക്കുന്നുട്ടോ. ഓക്കെ, പറഞ്ഞു എന്റെ ഉള്ളിൽ ഭയങ്കര വിഷമാണ്. അങ്ങനെ എന്റെ പൊന്നു മക്കൾ, എന്റെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല, അത് എനിക്ക് തിരിച്ചു കിട്ടും. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് 15,000 രൂപയാണ്. നേരായ വഴിക്ക് സത്യസന്ധമായി ജീവിക്കുന്നതിനെ ദൈവം ചുമന്ന് എവിടെങ്കിലും കൊണ്ടെത്തിക്കും. ഞാൻ നിന്റെ വരുമാനം മുട്ടോന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഇതാവണ്ട, കാരണം അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. നമ്മള് അതിലൊന്നും നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരും ട്രോളിട്ട് എന്ന് ഞാൻ ഇതാക്കണം കഴിച്ചു. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. മറ്റേ അവിടെയും ഇവിടെ ഇരുന്നിട്ട് ഓരോ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നതിന് എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി പറയാ? നമുക്ക് അങ്ങനത്തെ 2 ട്രോള് വന്നു, അത് വിചാരിച്ചിട്ടും നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ കമന്റ് ചെയ്തിട്ടാലും നമ്മളെ തളരില്ല. പിന്നെ കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. കമന്റ് ബോക്സ് ഓഫ് ആക്കണില്ല. അവിടെ എന്ത് എഴുതി ഇടണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും എഴുതിയിടാം. അത് ഡിലീറ്റ് ചെയ്യണോ ചെയ്യണ്ടേന്ന് തീരുമാനിക്കുന്ന ആള് ഞാനാണ്. ഓക്കെ, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം.